ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഒരു അപകട മരണം ഉണ്ടായി. ഇക്രൗ ഹോസ്പിറ്റലിലേക്ക് ഭാര്യയും ഭർത്താവും കൂടിയും കയറി വരിക. എരഞ്ഞിപ്പാലത്ത് ബസ്സിറങ്ങി. ഇതാണ് ഉണ്ടായ കഥയാണ് കേട്ടോ. ആ മനുഷ്യൻ ഇപ്പോഴും നെഞ്ചു പൊട്ടിയിട്ട് ആ കഥ പറയാറുണ്ട്. രണ്ടുപേരും കൂടിയും വാഹനത്തിൽ നിന്നിറങ്ങി ഇക്രോ ഹോസ്പിറ്റലിലേക്ക് ഭർത്താവിന്റെ ചെക്കപ്പിന് കൂടെ പോയതാ ഭാര്യ. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വരുന്നത് ഭാര്യ കണ്ടു. തന്റെ മുൻപിലുള്ള ഭർത്താവിന് ഒരു തള്ള് അവള് തള്ളിയിട്ടുണ്ടാ ഉമ്മ. പക്ഷേ ആ ഓട്ടോ ലക്ഷ്യം തെറ്റി വന്നിടിച്ചത് ഈ ഉമ്മാനെയാ. ആ എരഞ്ഞിപ്പാലത്തെ ജംഗ്ഷനിൽ കയ്യും കാലും ഒന്നും ചോര പൊടിഞ്ഞ് വായിൽ നിന്നും രക്തം വന്ന് കിടക്കുന്ന ആ ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ച് എന്തോന്ന് പറയാൻ നോക്കിയെന്ന. ഇപ്പോഴും ആ ഭർത്താവ് പറയലുണ്ട്, എനിക്കിന്റെ ദുനിയാവിൽ പടച്ചോൻ തന്നത് ഏറ്റവും ഹൈറിന്റെ മക്കളാന്ന് ഞാൻ പറയൂല. ഓളായിരുന്നു എന്റെ ധൈര്യം, ഓളായിരുന്നു എന്റെ ധൈര്യം. അതെന്തുകൊണ്ടാണെന്നറിയോ ഉസ്താദെ? രാത്രി ഞാനൊന്ന് കുരച്ച് നെഞ്ചിങ്ങനെ തടവുമ്പോൾ എനിക്ക് മനസ്സിലായി, എന്താ അങ്ങക്കൊരു ചുമാന്ന് ചോദിക്കാൻ ഓളിന്റെ കട്ടിലിന്റെ അടുത്തില്ല. അവസാനം ഞാൻ രണ്ടടി എഴുന്നേറ്റ് നടന്നിന്റെ മേശപ്പുറത്ത് കൈകൊണ്ട് ഇങ്ങനെ പരതി നോക്കുമ്പം ആ മേശപ്പുറത്ത് എനിക്ക് ഇരുട്ടത്ത് എഴുന്നേറ്റ് നടക്കുമ്പം കണ്ണട അത്യാവശ്യമാന്നുള്ളത് കൊണ്ട് ആ കണ്ണട എടുത്തു വെക്കുന്ന ഓളില്ലാത്തതിന്റെ കുറവ് അന്ന് ഞാൻ അനുഭവിച്ചു. അവസാനം മരിയക്കള വാതിലിന്റെ അടുത്ത് ചെന്ന് വാതിലിന്റെ ഒരു മുട്ടുമുട്ടി, രണ്ട് മുട്ടുമുട്ടി. അവസാനം തുറക്കാതായപ്പം തിരിഞ്ഞു നടക്കുമ്പം ആ വാതില് തുറന്ന് വെറുപ്പോടുകൂടി നട്ടപ്പാതിർക്ക് എന്തിനാ നിങ്ങൾ മുട്ടിയത് എന്ന് ചോദിക്കുന്ന മക്കളെ മുൻപില് അവളെ വില എനിക്ക് മനസ്സിലായി. ഇപ്പോഴും എനിക്കുള്ളൊരു സങ്കടം, അവസാനം എന്റെ കൈമന്നോട് പെടഞ്ഞ അള്ളാന്റെ അരികിലേക്ക് പോകുമ്പോ ഓക്കെന്തോ നിന്നോട് പറയാനുണ്ടായിരുന്നു, അത് കേൾക്കാനുള്ള അവസരം പടച്ചോൻ തന്നിരുന്നെങ്കിൽ എന്നു പറഞ്ഞിട്ടാ ആ 65 വയസ്സുള്ള ആ മനുഷ്യൻ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അങ്ങനത്തെ ഒരു പെണ്ണിനെ ആണിന് മറക്കാനും പറ്റൂല.